നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. റഹ്മ ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, തിരൂർ റോഡ്, ആലത്തിയൂർ. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് 40 ലക്ഷം രൂപ ചെലവഴിച്ച് തൃപ്രങ്ങോട് കൈമലശ്ശേരി കൈപ്പനാൽക്കുളം നവീകരിക്കുന്നു. നീന്തൽ പരിശീലനത്തിന് അനുയോജ്യമാക്കിയും ചുറ്റും നടപ്പാത നിർമ്മിച്ചുമാണ് കുളം നവീകരിക്കുന്നത്. നിർമ്മാണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ നിർവഹിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് 40 ലക്ഷം രൂപ ചെലവഴിച്ച് തൃപ്രങ്ങോട് കൈമലശ്ശേരി കൈപ്പനാൽക്കുളം നവീകരിക്കുന്നു. നീന്തൽ പരിശീലനത്തിന് അനുയോജ്യമാക്കിയും ചുറ്റും നടപ്പാത നിർമ്മിച്ചുമാണ് കുളം നവീകരിക്കുന്നത്. നിർമ്മാണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ നിർവഹിച്ചു. എഞ്ചിനീയറിംഗിൽ പഠിക്കാതെ ഒന്ന് ആലോചിച്ച രക്ഷിതാക്കളുടെ ഒക്കെ അവരുടെ അച്ഛനമ്മമാരുടെ എന്താ പറയാ പ്രതീക്ഷയുടെ കാലം വരുമ്പോഴാണ് മക്കൾ ടൂറൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ അത്യാഹിതങ്ങളെ നേരിടുന്നത്. അപ്പൊ എനിക്ക് ഇവിടുത്തെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ഒരു എന്താ പറയാ ജലസംഭരണി എന്നുള്ള നിലയ്ക്ക് ഈ കുളം സംരക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അതിലേറെ ഞാനിവിടെ നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ മക്കൾക്ക് ഏത് സമയത്തും നീന്തൽ പഠിക്കാനും കുളിക്കാനുമുള്ള ഒരു കേന്ദ്രമായിട്ട് ഈ കുളത്തെ മാറ്റം. അപ്പൊ അത് വൃത്തിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. അപ്പൊ ആ നിലയിൽ നിങ്ങൾ ഈ നാട്ടിലെ ആളുകൾ മുഴുവൻ ഈ 40 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഈ കുളം സംരക്ഷിക്കാൻ സാധിക്കും. നേരത്തെ കുമാരേട്ടൻ പറഞ്ഞു, വളരെ ഭംഗിയായ രൂപത്തിലാണ് നമ്മളിത് വിഭാവനം ചെയ്തിട്ടുള്ളത്. രാവിലത്തെ നടത്തക്കാർക്ക് കൂടി സൗകര്യമാവുന്ന രൂപത്തിൽ നടപ്പാത ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പുറത്തൂരിലെ ഒരു മിനി സ്റ്റേഡിയം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. തലക്കാട് പഞ്ചായത്തിലെ ഒരു ബഡ്സ് സ്കൂൾ ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ നിർമ്മിക്കുകയാണ്. അങ്ങനെ വലിയ വലിയ പദ്ധതികൾ നമ്മൾ നടപ്പാക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ കുമാരേട്ടനും അതേപോലെ തന്നെ ഉഷമമ്പറും അവരെല്ലാം തന്നെ ഒരുപാട് എന്താ പറയാ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവരാണ്. വളരെ സമർത്ഥമായി അതിൽ ഇടപെടുന്ന ആളുകളാണ്. ബ്ലോക്ക് പഞ്ചായത്തിലെ സാധാരണ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, ഞാൻ വിചാരിച്ചത് ഇത് എന്താ പറയാ ഇങ്ങനെ ഒരാള് എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണൊക്കെ ആക്കിയെന്ന് എനിക്ക് ആദ്യം തോന്നിയിരുന്നു. പക്ഷെ വലിയ ശല്യകാരിയാണ്. കാരണം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ആവശ്യമുണ്ട്, MLA ഫണ്ട് ആവശ്യമുണ്ട്, ഓരോ ദിവസവും വിളിയാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ കാവീട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃപ്രങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി മുഖ്യാതിഥിയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കുമാരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഫുക്കാർ, വാർഡംഗം റഹീന തുടങ്ങിയവർ സംസാരിച്ചു. TVN ന്യൂസ്, തൃപ്രങ്ങോട്. പൗരാണികതയുടെയും പുതുമകളുടെയും പുതുസങ്കലനങ്ങൾ പൊന്നിൽ തീർത്തുകൊണ്ട് തലമുറകളെ പൊന്നണിയിച്ച ഇതിഹാസം റഹ്മ ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, തിരൂർ റോഡ്, ആലത്തിയൂർ.